ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ മിക്സഡ് ആയിട്ടുള്ള ഡേറ്റാസ് മാത്രമേ ഉള്ളൂ. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് മുന്നിലേക്ക് പോകാനുള്ള കാര്യമായിട്ടുള്ള ഡേറ്റ ഇല്ല. മാർക്കറ്റ് താഴേക്ക് വീഴാനും കാര്യമായിട്ടുള്ള ഡേറ്റ ഇല്ല. എന്നാൽ അവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാളെ ഇറാൻ US സീസ് ഫെയറിൻ്റെ ഡേറ്റ് കഴിയുവാണ്, April 22. സോ അതിൻ്റെ ഒരു ടെൻഷൻ അവിടെ ഉണ്ട്. പക്ഷെ മാർക്കറ്റ് അങ്ങനെ ഒരു ടെൻഷൻ കാണിക്കുന്നില്ല. വോളറ്റൈലിറ്റി ഇൻഡെക്സ് കൂടുന്നുണ്ട്, മാർക്കറ്റിൻ്റെ ഒരു അരക്ഷിതാവസ്ഥ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് എന്താ പറയുക, മാർക്കറ്റ് വീഴുന്നതായിട്ടുള്ളൊരു പ്രോബബിലിറ്റി അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചാർട്ടിലേക്ക് കടന്നാൽ ഒരുപാട് ഡേറ്റാസ് അവിടെ ഇല്ല. അതാണ് ഇതായിരുന്നു ഇന്നലെ നമ്മൾ വരച്ചിരുന്ന ലെവൽസ് അല്ലേ. ഇന്നലെ വരച്ചിരുന്ന ലെവൽസ് ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ഇതായിരുന്നു നമ്മുടെ ലെവൽ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ക്യാൻഡലിൽ ഒരൊറ്റ വീഴ്ചയായിരുന്നു. നമ്മൾ കയറും എന്ന് വിചാരിച്ച സപ്പോർട്ടിൽ നിന്ന് കയറും 440 മേളിൽ കയറി വരാനുള്ള സാധ്യത എന്ന് വിചാരിച്ചപ്പോൾ മാർക്കറ്റ് ആ ഫസ്റ്റ് ക്യാൻഡിൽ ഒരൊറ്റ വീഴ്ചയായിരുന്നു നമ്മുടെ സപ്പോർട്ടായിട്ടുള്ള 24,240 നിന്ന് അതേ മൊമെൻറ്റിൽ തിരിച്ച് ബൗൺസ് ചെയ്തു. അപ്പോൾ ഇന്നലെ ട്രേഡ് ചെയ്യുന്നൊരു മൈൻഡ് സെറ്റിലായിരുന്നില്ല. മാർക്കറ്റ് വീഴുന്നത് കണ്ട് മാർക്കറ്റിൻ്റെ ബോട്ടം എത്തിയപ്പോൾ, ഈ ഒരു ബോട്ടം എത്തിയപ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്നുള്ളൊരു സ്ട്രാറ്റജിയിൽ ഒരു പ്രീമിയം ഓൾമോസ്റ്റ് ഒരു ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ ഞാൻ അതിനകത്ത് ബൈ ചെയ്ത് അത് അപ്പോൾ തന്നെ തിരിച്ച് കയറി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് കണ്ടാലറിയാം, ഓൾമോസ്റ്റ് അതിൻ്റെ 80% മേളിൽ അത് ഒരു സമയത്ത് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പ്രീമിയം എന്ന് പറയുന്നത്, ഈ ക്യാൻഡിൽ 80% വന്നെങ്കിൽ പ്രീമിയം 100% തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. 95-98% തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു മൂവായിരുന്നു. അതിനുശേഷം പിന്നെ മാർക്കറ്റ് വീണ്ടും 2 ഡയറക്ഷനിലേക്ക് പോയി. ബിക്കോസ് മാർക്കറ്റിന് ആ ഒരു കയറിയതും കുറച്ച് ഓവറായിരുന്നു. അപ്പോൾ അതിനൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. വീണ്ടും കാം ഡൗൺ ആയി. ഈ ഒരു സപ്പോർട്ട് ഹിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു അല്ലേ, ഇപ്പോൾ 240 350 ഒക്കെ പറയുന്ന ലെവൽസിന് പകരം നമ്പേഴ്സ് കുറച്ചുകൂടെ പ്രിസൈസ് ആകുന്നുണ്ട്. 400, 300, 200 റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ 300 എന്നുള്ളൊരു നമ്പറിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിപ്പോയി. അപ് ടു 400 വരെ വന്നിട്ട് അതവിടെ നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് ഇത് ഇവിടെ ഒരു 400 വരച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ 400 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോയി. 500 കിട്ടിയില്ല, എന്നാലും തിരിച്ച് വന്നു. വീണ്ടും 400 സപ്പോർട്ട് എടുത്തു. പിന്നെ വീണ്ടും ഇതിന് താഴെ പോയി ഈ 400 തന്നെ ഒരുപാട് സമയം നിന്ന് തിരിച്ച് കയറാൻ ശ്രമിച്ചു, പറ്റിയില്ല, താഴേക്ക് വന്നു. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ സൈഡ് വേസ് നിൽക്കുന്ന കണ്ടപ്പോൾ, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ കണ്ടപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹെഡ്ജിങ് പൊസിഷൻ എടുത്തിരുന്നു ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയ്ക്ക്. അതൊരു PE പൊസിഷനായിരുന്നു. അപ്പോൾ ആ ഒരു PE പൊസിഷൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും, അവസാനത്തെ മിനിറ്റിൽ നോക്കുമ്പോഴേക്കും മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റം തരുന്നുണ്ടായിരുന്നു. ഞാൻ സെൻസെക്സിലാണ് എടുത്തത്. അപ്പോൾ ആ ഒരു ഫോള് നോക്കുമ്പോഴേക്കും പ്രീമിയത്തിൽ അത്യാവശ്യം നല്ലൊരു ഗെയിന് വരുന്നുണ്ട്. സോ അതിനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ആ ഒരു ഹെഡ്ജിങ് പൊസിഷൻ അങ്ങ് ക്ലോസ് ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും സൈഡ് വേസ് തന്നെ പോയി. ഇന്ന് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പക്ക ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. സോ ഓപ്പൺ ചെയ്യുന്നത് 25,350 റേഞ്ചിലായിരിക്കാം. അപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക 240 100 ഇവിടെ ഉണ്ട്. 100 ഉണ്ട്. 100 ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് ആയിരിക്കും മാർക്കറ്റ് ഇന്നും റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 440, 350 കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. 300 to ഒരു 360 ഒക്കെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് സൈഡ് വൈസ് ആയത് കാരണം അത് കൃത്യമായിട്ടുള്ളൊരു ലെവൽ പിടിക്കുന്നില്ല. 240-ലും 440-ലും നല്ല സപ്പോർട്ടും റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് ഇന്നും ഈ ഒരു ഡയറക്ഷനുള്ളിൽ, ഈ ഒരു ഹൈയിനും ലോയിനും ഇടയിൽ ട്രേഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള ഡയറക്ഷൻ കിട്ടും. മേളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ ഒരു ട്രെൻഡ് ലൈൻ പിടിച്ചിട്ട് അതിന് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ പിടിച്ച് ഇത് ചിലപ്പോൾ മേളിലേക്ക് കയറി പോകാനുള്ള സാധ്യത എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അതനുസരിച്ചിട്ടുള്ളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. നാളത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അറിയില്ല. ഇപ്പോൾ വീണ്ടും ഇറാൻ നോട്ട് ഓക്കെ ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. സോ സിറ്റുവേഷൻ ഈസ് നോട്ട് ഗുഡ്, നോട്ട് ബാഡ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ചെയ്യുക. ട്രേഡ് സേഫ്. ടേക്ക് കെയർ.